ഇവിടെ ഒരു ബേബി സിറ്റർ ഫോണിലെ വോയിസ് മെസ്സേജ് കേൾക്കുന്നു. അതിൽ ആ വീട്ടിലെ ലേഡി മകൻ മുകളിലെ റൂമിൽ കിടന്നുറങ്ങുന്നുണ്ടാവും, അവനെ ഇടയ്ക്കൊന്ന് നോക്കാൻ പറയുന്നു. അവൾ വന്ന് നോക്കുമ്പോൾ അവൻ നല്ല ഉറക്കത്തിലാണ്. അവൾ കിച്ചണിലേക്ക് വന്ന് വോളിയം കൂട്ടി പാട്ട് വെച്ച് കുക്ക് ചെയ്യുന്നു. അപ്പോൾ ടിവിയിൽ ഒരു ന്യൂസ് കാണിക്കുന്നു. അതിൽ ഭ്രാന്താശുപത്രിയിൽ നിന്ന് ഒരു സൈക്കോ ചാടിപ്പോയെന്നും പരിസരത്തുള്ളവർ ഡോർ നന്നായി ലോക്ക് ചെയ്ത് സേഫ് ആയിരിക്കാനും പറയുന്നു. അതേസമയം അവൾ ഓവനിൽ എന്തോ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് പുറത്ത് വേസ്റ്റ് കൊണ്ട് വെക്കാൻ വരുന്നു. അവിടെ വിൻഡോ ഗ്ലാസ് പൊട്ടിയിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നില്ല. അവൾ അകത്തേക്ക് വരുമ്പോൾ അവിടെ തലയിൽ നിന്ന് ചോര ഒലിപ്പിച്ച ഒരാൾ നിൽക്കുന്നു. അവൾ അയാൾ കാണാതെ കിച്ചണിലേക്ക് വന്ന് ഒരു കത്തി എടുക്കുന്നു. അപ്പോഴേക്ക് അയാൾ അവിടേക്ക് വരുന്നു. അതേസമയം ആ ലേഡി വീണ്ടും കോൾ ചെയ്യുന്നു. ന്യൂസിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നു. അവൾ അത് കേട്ട് ഷോക്ക് ആവുന്നു. അയാളുമായി അവൾ ഫൈറ്റ് ചെയ്യുന്നു. അയാൾ ആ കുട്ടി കിടക്കുന്ന റൂമിലേക്ക് വരുന്നു. അവളും പുറകെ തന്നെ വരുന്നു. അയാൾ അവളോട് കുട്ടി എവിടെയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവൾ അയാളെ സ്റ്റെയറിൽ നിന്ന് തള്ളിയിട്ട് തലയിൽ ടി.വി എടുത്തിട്ട് കൊല്ലുന്നു. അപ്പോഴേക്ക് ആ കുട്ടിയുടെ പാരന്റ്സ് അവിടേക്ക് വരുന്നു. മരിച്ചു കിടക്കുന്നത് ആരാണെന്ന് ആ ലേഡി ഹസ്ബൻഡിനോട് ചോദിക്കുന്നു. അത് ബേബി സിറ്റർ ആണെന്ന് അയാൾ പറയുന്നു. കുട്ടിയെ അവിടെയെല്ലാം അന്വേഷിച്ചിട്ട് കാണുന്നില്ല. നോക്കുമ്പോൾ അവൾ ആ ഓവനകത്ത് വെച്ചത് ആ കുട്ടിയായിരുന്നു. സത്യത്തിൽ ഇവളാണ് ആ ചാടിപ്പോയ സൈക്കോപാത്ത്.